Good afternoon, sir. Good afternoon. Yes, Haida, good afternoon. Nandini, good Good afternoon. afternoon, sir. Yes, good afternoon. Ahiba, Merlin, good afternoon. Bijli, good afternoon. Anshi, Ansha, good afternoon. Anila Raj, good afternoon. Yes, നമ്മുടെ ആളുകളൊക്കെ വന്നോളൂ അല്ലേ? Yes, Taxi, good afternoon. Farsana, good afternoon. Okay, good afternoon, Farsana. Yes, so start ചെയ്താലോ? Let us start. Asha, okay, Asha, ഫുഡൊക്കെ കഴിഞ്ഞു. Okay, okay, very good, very good. Okay, Nancy, let us start. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഷെമിറ ഗുഡ് ആഫ്റ്റർനൂൺ ഡിസ്കസ് ചെയ്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല് ബി വെർബ് പ്രസയിച്ച് ഇതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞത്. യെസ്, അപ്പൊ ഇത് നമുക്ക് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് നടക്കാം. അങ്ങനെ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം ചെയ്യാം. അപ്പൊ ഞാൻ ഇതിന്റെ ചാൻസ് തരുന്നത് ഫസ്റ്റാനക്കല്ല. ഫസ്റ്റ് ചാൻസ് ഫസ്റ്റ് വൺ. ഓക്കെ, ഞാൻ ചെറിയൊരു വിഷയം പറയാം. പറഞ്ഞല്ല, നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇതുവരെയുള്ള നിങ്ങളുടെ പ്രായം വെച്ച് നോക്കി നിങ്ങൾ കണ്ടിട്ടുള്ള വിജയിച്ച് എന്നുവെച്ചാൽ അവര് ഒരിക്കലും ഒരു പരാജയം സംഭവിച്ചിട്ടില്ല എന്നല്ല, ഒരു വിജയിച്ച ഒരാളുണ്ടാക്കുക. നിങ്ങളുടെ ഒരു ഒബ്സർവേഷനിൽ ചിലപ്പോ ഏറ്റവും താഴെ അവസ്ഥയിൽ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പിന്നീട് അത് ഉയർന്ന് ഏറ്റവും വലിയ നല്ല നിലയിലോട്ട് വന്ന അവസ്ഥ കണ്ടിട്ടുണ്ടാവും. ചില വ്യക്തികളായിരിക്കും അത്. നിങ്ങൾ APJ അബ്ദുൽ കലാമോ മദർ തെരേസയോ അങ്ങനെയൊന്നും പോകണ്ട. നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിന്റെ ഇടയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു വിജയിച്ച വ്യക്തി. സോ മൈ ക്വസ്റ്റ്യൻ ഇസ് ദിസ്: ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ദാറ്റ് യു ഹാവ് സീൻ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആയ പേഴ്സൺ, ഒരു വിജയിച്ച വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം. ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ that I have seen in my life, that is my mother. എൻ്റെ അമ്മയാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വിജയിച്ച ഒരു ആള്, വ്യക്തി. അപ്പൊ അതിനെ ഒന്നൊരു കാരണങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. യെസ്, വൈ ഡു ഐ സേ മൈ മദർ ഈസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ഇൻ മൈ ലൈഫ് എന്നുള്ളത്. യെസ്, അപ്പൊ നമുക്ക് ആ കാരണങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു ചുറ്റുപാടൊക്കെ നോക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ ആ ആളുടെ പേര് നിങ്ങൾക്ക് ഓർക്കും. നിങ്ങൾ അയാളുടെ പേര് ആഗ്രഹിക്കുന്നു. ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ദാറ്റ് യു ഹാവ് സീൻ ഇൻ യുവർ ലൈഫ്. ഇതുവരെയുള്ള നിങ്ങളുടെ ഈ പ്രായത്തിന്റെ ഇടയിൽ നിങ്ങൾ കണ്ട സക്സസ്ഫുൾ ആയ മനുഷ്യരാണ്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, സക്സസ്ഫുൾ എന്ന് പറയുമ്പോൾ അയാൾക്ക് പരാജയമേ സംഭവിച്ചിട്ടില്ല എന്നല്ല, ഉണ്ടാവും. യെസ്, എന്നാലും പിടിച്ചു നിന്ന, പൊരുതി നിന്ന ഒരു സക്സസ്ഫുൾ പേഴ്സൺ. ഒരുപക്ഷെ ഈ സക്സസ്ഫുൾ പേഴ്സണുമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ല.
അയാൾ ഒരു പക്ഷെ നിങ്ങൾ മാറി നിന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ഒരു ബന്ധം ഉണ്ടാവണമെന്നില്ല. എങ്കിലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളില് അയാൾ സക്സസ്ഫുൾ ആണ്, അയാളുടെ തീരുമാനങ്ങൾ ശരിയായിരിക്കും, അയാൾ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് നിങ്ങൾക്ക് തോന്നിയ വ്യക്തിയുടെ പേര് നിങ്ങൾ എഴുതുക. അതിന്റെ അടിയിൽ എന്തുകൊണ്ട്, വൈ ഡു യു കോൾ ഹിം ഓർ വൈ ഡു യു കോൾ ഹെർ ദ സക്സസ്ഫുൾ പേഴ്സൺ ഇൻ യുവർ ലൈഫ്. നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആണ് അത് എന്ന് എന്തുകൊണ്ട്? യെസ്, ഒരാളുടെ പേര് എഴുതുക. നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിൽ നിങ്ങളുടെ മനസാക്ഷിയോട് നീക്കുകൊണ്ടൊക്കെ മനസ്സിലാക്കും. യെസ്, you're a successful person. It's the most successful person that you have seen in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട ഒരു സക്സസ്ഫുൾ ആയ പേഴ്സൺ. ഇത് ആ സക്സസ്ഫുൾ പേഴ്സൺ നിങ്ങൾ വളരെ അടുത്ത് പരിചയമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടും കൂടിയാണ്. യെസ്, ഓക്കെ. അപ്പോ ഫർസാനയാണ് ആദ്യം പറയുന്നത്. ഫർസാനയുടെ ഐശ്വര്യത്തിന് വേണം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാം. യെസ്, അപ്പോ അല്ലെങ്കിൽ ഫർസാന നമുക്ക് കാണാറില്ല. അപ്പൊ ഫർസാന ആദ്യം പറയട്ടെ അല്ലെ? ഫർസാനൊക്കെ ഉണ്ടാവില്ലേ ജീവിതത്തിൽ വിജയിച്ചൊരു വ്യക്തി എന്ന് കാണാവുന്ന ഒരാളെ നമ്മൾ മാറി നിന്ന് എല്ലാ കാര്യങ്ങളിലും ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ദ മോസ്റ്റ് എന്റെ ലൈഫിൽ ഒരു സക്സസ്ഫുൾ ആയ പേഴ്സൺ ഞാൻ കണക്കാക്കുന്ന ഒരു വ്യക്തി. യെസ്, അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തകർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ കാണുന്നു, I consider him as a successful person in his life. അപ്പൊ അതുപോലെ നിങ്ങൾ കണ്ട ആ സക്സസ്ഫുൾ പേഴ്സൺ ആണ്. യെസ്, അപ്പൊ ഫർസാന തുടങ്ങി വെക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആ സക്സസ്ഫുൾ പേഴ്സൺ ഒന്ന് മനസ്സിൽ വിചാരിച്ച് അറിഞ്ഞോ അറിയാതെയോ അയാളെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉത്പാദിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ജീവിതത്തിന്റെ പ്രതിസന്ധികളോട് പടപൊരുതി കയറി വന്നവരാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളോട് പടപൊരുതി കയറി വന്നവരാണ് എന്നുള്ള ചില ആളുകളെ കണ്ടിട്ടുണ്ട്. യെസ്, ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് അഗാധമായ ഒരു ഇഷ്ടം തോന്നും. ഒരു ഇഷ്ടം, ഇത് പരിശീലനം എന്താണ് ഒരു ഇഷ്ടം. അപ്പൊ കവികൾ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് ഉപദേശം ഒന്നും നമ്മളോട് ചെയ്തിട്ടല്ല, എന്നാലും നമുക്ക് എന്തുകൊണ്ട് ഒരു ശത്രുത മനോഭാവം. യെസ്, അപ്പോ കവികളൊക്കെ പറയുന്നു 7 പ്രാവശ്യം ജനിക്കുകയും 7 പ്രാവശ്യം മരിക്കുകയും 7ാമത്തെ പ്രാവശ്യമാണ് മോക്ഷം കിട്ടുകയും ചെയ്യുന്നത് പറയും ഓരോ വിശ്വാസം. അപ്പൊ അതില് കഴിഞ്ഞ ജന്മത്തിൽ ഒരുപക്ഷെ സംഗീതം ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടാവും, സംഗീതം ഞാൻ കണ്ടിട്ടുണ്ടാവും. വീണ്ടും ഒരുപക്ഷെ കാണുമ്പോൾ ഇത് കഴിഞ്ഞ ജന്മത്തിൽ പരിചയപ്പെട്ട ഒരാളാണുള്ള, അപ്പൊ ഒരുപക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു അഗാധമായ ഇഷ്ടം തോന്നും. ഇനി കഴിഞ്ഞ ജന്മത്തിൽ ഒരു പക്ഷെ സംഗീതരാണ്, ഞാനൊരു പെണ്ണു വരിക, അപ്പൊ ഞങ്ങൾക്ക് അന്വേഷിച്ചിട്ടുണ്ടാവാം. അപ്പൊ ഇപ്പൊ കാണുമ്പോൾ ദേഷ്യത്തിന് ബാക്കിയാണ് ഇത് ദേഷ്യത്തിന്, അതുകൊണ്ടാണ് പറയുന്നത്. അത് പോട്ടെ, അത് ചുമ്മാ വന്നത് ഞാൻ. യെസ്, ഇതുപോലെ ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ഒരു റെസ്പെക്ട് കൊടുത്തു. യെസ്, അങ്ങനെ ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ദാറ്റ് യു ഹാവ് സീൻ ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട സക്സസ്ഫുൾ പേഴ്സൺ. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ ആരംഭിക്കാം, ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ദാറ്റ് ഐ ഹാവ് സീൻ ഇൻ മൈ ലൈഫ് ഈസ് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? യെസ്, മൈ നൈബർ ഇന്നാണ് പേര് പറയാം. വൈ ഡു ഐ കോൾ, എന്തുകൊണ്ടാണ് സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയാം. അപ്പൊ ഫർസാന, ആർ യു റെഡി? യെസ്, അതാണ് ഞാൻ ഫർസാനയോട് പറഞ്ഞത്. അപ്പൊ ഓരോരുത്തരും നോക്കി വെക്കണ്ട, റെഡി ആവുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ ബാക്കി ഞാൻ പറഞ്ഞോളാം. യെസ്, അപ്പൊ ഫർസാന ഒന്ന് ആലോചിക്കാൻ സമയം കിട്ടാൻ വേണ്ടി ഞാനൊന്ന് കുറച്ച് ആ വിഷയം പറഞ്ഞതിന് ശേഷം കുറച്ചുകൂടി നീട്ടിപ്പിടിച്ച് ഒന്ന് പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലൊന്ന് ക്രോഡീകരിച്ച് വെക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. യെസ്, ദ മോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടുണ്ടാവില്ല. യെസ്, ഫാമിലി കണ്ടിട്ടുണ്ടാവില്ലേ? യെസ്, നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് നാളെ ഇന്ന് റെക്കോർഡ് ക്ലാസ് കൊണ്ട് അതൊക്കെ എത്തി. യെസ്, വെറുതെ ആ റെക്കോർഡ് ക്ലാസ്സിന്റെ 10ാമത്തെ മിനിറ്റില് ഞാൻ പറഞ്ഞ വാചകം ഒരുപക്ഷെ അത് കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന ആളുകളാണെങ്കിൽ യെസ്, അവര് പറയും,
ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ലേ? അറിഞ്ഞില്ല, ആരുമതിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് പറയും. അപ്പൊ ഹരിത, യു ഗെറ്റ് റെഡി. ഫർസാന, യു സ്റ്റാർട്ട്. Sir, good afternoon. Yes, good afternoon. അതൊരു കാര്യം പറയാം. ആക്ച്വലി എനിക്ക് ഫീവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഐ ലോസ്റ്റ് മൈ സൗണ്ട്. ഞാൻ Yes, okay, no problem. റിക്കവർ ആയി വരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ സാധിക്കില്ല. ഉം. എങ്കിലും എനിക്ക് പേഴ്സൺ എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണെ പറ്റി ഒരുപാട് പറയാനുണ്ട്, ഒത്തിരി Yes, okay, പറയാനുണ്ട്. അതാണ് very good. ഞാൻ പറയാൻ പോവുകയാണ്. കാരണം ഈ വിഷയം കേട്ട് കഴിയുമ്പോഴത്തേക്ക് ആളുകൾക്ക് മനസ്സിലാക്കും. പക്ഷെ എനിക്ക് അത്രയും പറയാൻ ഇപ്പൊ എന്റെ സിറ്റുവേഷൻ അനുവദിക്കില്ല. ഡോക്ടറിന്റെ അടുത്ത് റെസ്റ്റ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ എന്റെ സൗണ്ട് വ്യത്യാസമുണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കുറച്ച് പോയിന്റുകൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് കുറച്ച് ടൈം സംസാരിച്ച് എന്റെ വോയിസ് ഒക്കെ കംപ്ലീറ്റ്ലി പോകും. സോ ഞാൻ ഒരു 3-4 പോയിന്റ് പറയാം, അത് കൂടുതൽ എന്റെ വോയിസ് സമ്മതിക്കില്ല പറയാം. അതുകൊണ്ടാണ് കേട്ടോ സാറേ. എനിക്ക് 2 പോയിന്റ് പറയണം. ഐ വാണ്ട് ടു ടോക്ക്. ഓക്കെ ഓക്കെ, അത് അങ്ങനെ ഫർസാന പറയാൻ കാരണം ഫർസാനയുടെ ഉള്ളിൽ ഇങ്ങനെ ആരോ ഈ ഇതേ അവസ്ഥയിൽ പറയാൻ പറ്റുന്ന ആളുടെ പേര് ഫർസാനയുടെ ഉള്ളിലുണ്ട്. ഓക്കെ, കണ്ടിന്യൂ. 2-3 പോയിന്റ് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തു. Okay, sir. So for me, my mother is the most important person in my life and my biggest source of inspiration. Yes. My mother. She takes care of our family. Such a love and dedication. From cooking food to managing the whole house, everything she does such a great responsibility. Actually, we were middle class people when I was born. Only her dedication that we are living in upper class for this kind of life she give me us. Or for her, our father is great support. He is great support for her. But sir, she started small startup in my seventh age. I was in 7. She started small startup with some with her house on her bedroom with some clothing. So that thing she lead after future. Now she is a big business woman. She have a big shop that lead wholesale and retail market in her hand. She leads a wonderful life for us. She's the biggest inspiration for me, sir, for every time. Actually, I never see another person like her in my life. In my whole life, I've never seen. She's very. So 1 minute. Okay, Farsana, no problem. Okay, Farsana, we Yes. can understand your emotion, we can understand your feelings from that words. Farsana പറഞ്ഞ വാചകത്തിൽ നിന്ന് തന്നെ നമുക്ക് ഫർസാനയുടെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹെയർ മദർ, അല്ലെ? ഒരു വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പുകാരൻ, വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് പേര് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഒരു ഇൻസ്പിറേഷൻ, അദ്ദേഹം പറഞ്ഞൊരു ഞാൻ ഒരു കടയുടെ മുന്നിൽ ഒരു സ്റ്റിച്ചിങ് മെഷീൻ ഇട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. യെസ്, പിന്നീട് അദ്ദേഹം ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഓണറായിട്ട് മാറി. ജസ്റ്റ് ബെഡ്റൂമില് അവനോന് ബെഡ്റൂമിൽ ഒരു ക്ലോത്തിങ് മെറ്റീരിയൽ വെച്ച് തുടങ്ങിയതാണ് തന്നെ. യെസ്, she owns everything in her hand, everything in the world. യെസ്, വെരി ഗുഡ് ഫർസാന. യെസ്, ഓക്കെ, വെരി ഗുഡ്. യെസ്, ഫർസാനയുടെ ആരോഗ്യവും തൊണ്ടയും അനുവദിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ ഫർസാന കുറച്ചുകൂടി വാചാലയായാലും. യെസ്, ഓക്കെ, യെസ്, ഓക്കെ, വെരി ഗുഡ്. യെസ്, മനസ്സിലായല്ലോ. നിങ്ങൾക്കുണ്ടാവും അതുപോലെ നിങ്ങൾ തൊട്ടറിഞ്ഞ ഒരു സക്സസ്ഫുൾ പേഴ്സൺ. നിങ്ങൾ നോക്കിക്കണ്ട, അത്ഭുതത്തോടു കൂടി നിങ്ങൾ നോക്കിക്കണ്ട ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ. നമ്മൾ ഇന്റർനാഷണൽ ലെവലിലോട്ടൊന്നും പോകണ്ടെന്നേ, നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ മതി. നിങ്ങൾ അനുഭവിച്ച ടച്ച്, നിങ്ങളെ സ്പർശിച്ച ആ ഒരു ഇൻസിഡന്റ് ഉള്ള ആളുകളുണ്ട്. ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടേക്കുന്ന സക്സസ്ഫുൾ ആയ വ്യക്തി. ഓക്കെ, ഹരിത, യു ഗെറ്റ് ഇറ്റ്. Sir, may I? Oh yes, with the pleasure. Good afternoon, sir. Good afternoon.
Sir, my successful person in my life, husband and my mother. Yes, okay. Husband and my mother. My husband is reason for my husband is my mother. Your mother is dead in 18 years. Yes. ഹസ്ബൻഡിന്റെ 18 വയസ്സിലാണ് അമ്മ മരിക്കുന്നത്. ആ ഒരു പ്രസവം തൊട്ടേ ഒറ്റയ്ക്കാണ് ആള് ഫുള്ളും ജീവിച്ചതും എല്ലാം ഫുൾ ആ ഒരു ഇതിലായിരുന്നു. Yes. ഒറ്റയ്ക്ക് ആ ഒരു അതാണ് എനിക്കൊരു ബഹുമാനം തോന്നാൻ ഒരു കാരണം ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴും എന്റെ ലൈഫില് സക്സസ്ഫുൾ പേഴ്സൺ വെച്ചാൽ എന്റെ ഹസ്ബൻഡും എന്റെ അമ്മയുമാണ്. Yes. എന്റെ അമ്മേനെ ഇതില് എന്റെ അമ്മയും അത് ഇതാന്ന് പറയാൻ കാരണം വെച്ചാൽ എന്റെ ലൈഫില് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ തന്നത് എന്റെ അമ്മയാണ്. എന്റെ ഒരു ഫുൾ സപ്പോർട്ട് തന്നതും മൈ മദർ ആണ് എന്റെ ജീവിതത്തില്. Yes. ഇന്ന് ഞാൻ ആഗ്രഹിച്ച ലൈഫ് എനിക്ക് കിട്ടിയതുണ്ടെങ്കിൽ അതിന് ഫുൾ സപ്പോർട്ട് തന്നത് എന്റെ മൈ മദർ ആണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ ബഹുമാനം കൊടുക്കുന്ന 2 വ്യക്തികളാണ് മൈ ഹസ്ബൻഡും മൈ മദറും. Yes. ഒരുപാട് ഒരു സപ്പോർട്ടിംഗ് ആണ് സാർ. മൈ ഹസ്ബൻഡ് ആയാലും മദർ അമ്മയായാലും. ഇന്ന് ഞാൻ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് എന്റെ അമ്മയ്ക്കാണ്. Yes. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ ബഹുമാനിക്കുന്നതും ആദരവ് കൊടുക്കുന്നതും അമ്മയും ഹസ്ബൻഡുമാണ്. കാരണം അവർക്കാണ് ഒരു ഏറ്റവും വലിയ സപ്പോർട്ടാണ് രണ്ടുപേരും. Yes. അത്ര Okay, Haida, very good, very good. Just like Farsana, I also told that the most successful person Haida has seen in her life, that is 2 persons. One is her husband, and next one is her mother. Okay, Haida, Merlin, are you ready? Okay, Anshi, you get ready. Okay. I met someone when I went to Trivandrum as part of the field work. Her name is Jolly. Jolly ma'am is the person who influenced me the most because they are different from others. They run their own NGO for mentally challenged disabled children. Oh. They do things there that emphasize their abilities. Jolly ma'am is not married. They dedicated their lives to their children. Yes. NGO name is Helping Hands Organization. She was very attractive and inspired to me. Yes. Her character is very good. Yes. Her skill is photography. Yes. She conducts fundraising programs and make money. That is how the NGO moves forward. Yes. So the great person to me, to my life. Okay, Merlin. Okay. അപ്പൊ ആദ്യം പറഞ്ഞ 2 പേരിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമാണ്. നന്ദിനി, യു ഗെറ്റ് റെഡി ആൻഡ് ഷീ വിൽ അച്ചീവ് യു കേട്ടോ. യെസ്. അപ്പോ ആദ്യം പറഞ്ഞ 2 പേർ വ്യത്യസ്തമായ അഭിപ്രായമാണ് മെർലിനുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കണ്ടുമുട്ടിയ ഒരുപാട് ആളുകളുണ്ട്. കൺസിഡർ ഹിം ഓർ ഹെർ ആസ് ദ സക്സസ്ഫുൾ പേഴ്സൺ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയ സക്സസ്ഫുൾ പേഴ്സൺ നിങ്ങൾ എല്ലാവരും പറയുക, 1-2 വരിയായാലും മതി. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയ ഒരു പേഴ്സൺ. ഓക്കെ, നന്ദിനി, ആശ, യു ഗെറ്റ് റെഡി ആൻഡ് ഷീ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. യെസ്. ഓക്കെ ആൻറ്റി. Good afternoon, sir. Okay, hello. My mother is my most successful person I had seen in my life. Yes. From my childhood till now, I see her hardworking only for us. Yes. Me, my father and brother are the only world she had. Yes. Once she had an injury in her knee and got fractured, but she was forced to overcome from that very quickly, as I was in a most expensive school in Munnar, the Tata's high-rank school. She never showed her pain outside, and she works hard. Still, she is working. Once in a while, we were in a situation of living alone without my father due to some family issues. Yes. She stood bravely
in front of all other family members and brought me and my brother till here. I am right now standing in front of you and expressing my love for her because she was the most hardworking person I had seen. And I am a person in front of you because of her only. My studies, the way I live, the life what I'm living now, everything was my mother who gave for me. And also, my father is also a supporter after a long time only. But the time when we needed, he was not there. That makes me more sadder, but also now as a helper, as a supporter, he's standing with my mother. Thank you for all. And this, I never, I'll never ever, I can't express it. Sorry. Okay. We can, from your words, we can understand it, Nandini, and you are becoming so emotional. Okay. That shows that your attachment to your mother. How did your mother help for the development of you, for your present stage? Okay. So we can understand that. നമുക്ക് നന്ദിനിയുടെ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാവും. യെസ്, പറയുന്ന വാക്കുകളല്ല, ആ പറയുന്ന രീതിയിൽ നിന്ന് യെസ് നമുക്ക് മനസ്സിലാവും. യെസ്, ഓക്കെ, യെസ്. ഇത് എപ്പോഴെങ്കിലും നന്ദിനിക്ക് അമ്മയിൽ നിന്ന് കേൾപ്പിക്കാം. യെസ്, ഓക്കെ. വലിയ എന്താ പറയാ, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ മനസ്സൊക്കെ ഒന്ന് മാറി അല്ലാതിരിക്കുന്ന സമയത്ത് ഓക്കെ, ഷീ വിൽ ബി വെരി ഹാപ്പി. ഓക്കെ, ആശ, ആർ യു റെഡി? Sir, ഒരു മിനിറ്റ്. ഓക്കെ, അനില രാജ്, യു ഗെറ്റ് റെഡി. ഓക്കെ, പറഞ്ഞോളൂ ആശ. The most successful person Asha has seen in your life. ആഷയുടെ ജീവിതത്തിൽ ആഷ കണ്ട ആ സക്സസ്ഫുൾ ആയ പേഴ്സൺ ആണ്. Sir, I seen the successful person in my life, my best friend Alamin. He's a successful person in my life, I seen. Yes, very good. He's my college mate, he's my best friend. He was zero in his life during his college and his study school times. Yes. After college, his family forced him to move to Gulf due to his family's hardships. But he don't go into Gulf. He started a YouTube channel. Yes. He started creating videos. Yes. Even if it doesn't reach at first time videos, it flop. Yes. But then with all the effort he made, his videos started to gain high level. Yes. He reaching one day by day. His videos very most attracted to another people's. Yes. He's a 1 million YouTube subscriber. Okay. His name is GP Rider Boy. Yes. ചിലർക്കൊക്കെ അറിയായിരിക്കും. ആർക്കെങ്കിലും അറിയോ GP Rider Boy എന്ന് പറയുന്നത്? ആ യൂട്യൂബർ നിങ്ങളാരെങ്കിലും അറിയോ? മറ്റാരെങ്കിലും? Yes. Okay. Asha, you continue. He achieved more achievements in his life for this YouTube channel. Asha, according to you, the most successful person that is in your life, or the person that you have seen in your life, that is your college mate. Okay? Yes, sir. Okay, Asha, very good. Anila, very good. Nancy, are you ready? Yes, sir. Okay, see you get ready.
Seenu and Gigi, get ready. Okay. Okay, start, sir. Hello. Yes, continue, Nancy. Okay. I'm proud to say I am the doctor of most successful person I have seen in my life. Nancy, what is the problem? Just wait, sir. Just wait. Okay. Yes, we I am proud expect to something I am- something special from you. Okay. I am proud to say I am the doctor of most successful person I have seen in my life. My mother sound Yes. like a woman of immense strength and courage. Yes. Because of my father passed away when I was in childhood. Yes. Leaving my mother widow at the 37 age. Yes. With the three doctors and no home and no dress, so many struggles are facing in my childhood. We faced Yes. immense and three were times she could not even afford to pay for my fees and more struggling in my. Yes. Nancy, what you going to do? Okay, continue, Nancy. Sorry, sir, my baby is crying. We faced immense struggle, and there were times when she could not even afford to pay for my fees, and that's why she never gave up, and she worked tirelessly and endured so much just to educate us. Today, I am the mother of most successful person. I'm a successful person, and now the words is. I think my mother is my emotional. That's a powerful word because I can't speak anything because my childhood is very worst. So I do not think that the time today my mother courage that paved the way for all of us. That's enough, sir. Okay, Nancy. So according to Nancy, her mother is here, the most successful person that Nancy has seen in her life. Then, Sinu, are you ready? Sinu. സാറേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. Okay, no problem. Yes. Then, yes, Shamir. Yes, sir. Okay, Sharanya, okay, we are ready to hear. Okay, Shamir, tell about the most successful person. My mother is most important person in my life. She is my role model and my best friend. Yes, okay, my best friend. എന്തുകൊണ്ടാണ് അമ്മയെ ഇമ്പോർട്ടന്റ് പേഴ്സൺ വിളിക്കുന്നത്? വൈ? റീസൺ ഒന്നിന്റെ കാര്യങ്ങളുണ്ട്. She take care of family and work from morning till night without complaint. Yes. When I feel sad, she comfort me. Yes. എഴുതിയിട്ടുള്ളൂ സർ. കുഴപ്പമില്ല, ഞാനൊരു കാര്യം ഷമീറ ചോദിച്ചോട്ടെ. ഷമീറക്ക് എന്ത് തോന്നുന്നു? ഞാനും എന്റെ അമ്മയെ പോലെ തന്നെയാണ് എന്ന് തോന്നുന്നു. യെസ്, വെരി ഗുഡ്. Okay. അഹീബ, യു ഗെറ്റ് റെഡി. ശരണ്യ, എന്താണ് കയ്യില് വല്ല സ്റ്റോക്ക് ഉണ്ടോ?
യെസ്, ശരണ്യ യു. യെസ്, ശരണ്യ വരുമെന്ന് വിചാരിക്കാം. അഹീബ, ആർ യു റെഡി? ഓക്കെ ഓക്കെ ഓക്കെ, അഹീബക്ക് ഇപ്പൊ ഡ്യൂട്ടിയാണ്. യെസ്, ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ദാറ്റ് യു ഹാവ് സീൻ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ആ സക്സസ്ഫുൾ ആയ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് രണ്ടുപേര് മാത്രമാണ് അമ്മ എന്ന് പറയുന്നതിൽ നിന്ന് മാറിപ്പോയത്. മെർലിനും അതുപോലെ തന്നെ ആശയും. അപ്പൊ രണ്ടുപേരും ഒഴിച്ചു ബാക്കിയുള്ള എല്ലാവരും കോൺസെൻട്രേറ്റഡ് ദാറ്റ് their mother was the most successful person they have seen in your life. അവരുടെ ജീവിതത്തിൽ അവർ കണ്ട ഏറ്റവും സക്സസ്ഫുൾ ആയ പേഴ്സൺ അവരുടെ അമ്മയാണെന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ സാറ്, എന്റെ ലൈഫിൽ അമ്മ തന്നെയാണ്. പിന്നെ ഞാൻ സാറ് ആദ്യം ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് വേറെ ആരെങ്കിലും അറിയാമോ, രക്ഷപ്പെട്ടത് അറിയാമോ എന്നൊക്കെ പറഞ്ഞത് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ. ഓക്കെ, നോ പ്രോബ്ലം നോ പ്രോബ്ലം. ഇതിന്റെ അകത്ത് ഓക്കെ സീനു 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 ഓക്കെ 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 സീനു. യെസ്, ഇതിന്റെ അകത്ത് നിങ്ങൾ ആ സക്സസ്ഫുൾ എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണോ ആ ആളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കണ്ടം വിടരുന്നത് ഒരാളുടെ പല ആളുകളുടെയും അത് ഞാൻ ഇവിടെ ഫീൽ ചെയ്തു. എനിക്ക് ഫീൽ ചെയ്തു, നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എത്രമാത്രം നിങ്ങൾ ആ പറഞ്ഞ ആളുമായിട്ടുള്ള ഇന്റിമസി എന്നുള്ള കാര്യം മനസ്സിലായി. യെസ്, ചില കാര്യങ്ങള് പറയാതെ മനസ്സിലാവില്ല. സംസാരിക്കാണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. മൗനം അല്ലെ, അതുകൊണ്ടാണ് നമുക്ക് കവികളൊക്കെ പറയുന്നത് മൗനം വാചാലമാകും. വാചാലം എന്ന് പറഞ്ഞാല് നിർത്താതെ ഇങ്ങനെ പറയണം. ഈ മൗനമായിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ ഈ വിഷയം നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. യെസ്, ഓക്കെ 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 നിങ്ങൾക്ക് മനസ്സിലുള്ളത് പറയാൻ പറ്റി. യെസ്, നിങ്ങൾക്ക് ഒരു പക്ഷേ വെറുതെ ചെന്ന് ആരോട് ചെന്ന് പറയാൻ പറ്റാതിരുന്നതും എന്നാൽ ഒരു കാരണം വന്നു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയതുമായ ഒരു സംഗതിയായിട്ട് മാറി. യെസ്, നിങ്ങള് ഓക്കെ താൻസി, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഒരു ടീച്ചറിന്റെ വഴിയിൽ വെച്ചൊക്കെ കാണുമ്പോൾ മാറിപ്പോകാതെ ചെന്നിട്ട് ടീച്ചറെ ഓർമ്മയുണ്ട് എന്നെ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ടീച്ചർക്ക് ഓർമ്മയില്ലെങ്കിലും അതൊക്കെ ഒന്ന് ചോദിച്ചു കഴിയുമ്പോൾ ആ ടീച്ചറിന്റെ കണ്ണുകളിൽ ഉണ്ടാകുന്ന ഒരു തിളക്കം. യെസ്, എന്നെ തിരിച്ചറിഞ്ഞു. ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾ വെറുതെയെങ്കിലും അമ്മയോട് പറയുന്ന ആ ഇംഗ്ലീഷ് സാറ് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ വെറുതെ ഒരു ടോപ്പിക് എടുത്തിട്ട് എല്ലാവരും പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അമ്മ തന്നെ പറയും അതൊന്നും കൂടി ഒന്ന് കേൾപ്പിച്ചത്. യെസ്, അമ്മയുടെ ഹൃദയത്തില് ഒരു മഴയായിട്ട് അത് പെയ്തിറങ്ങും. യെസ്, ഒരുപാട് കൺസേൺ ഉണ്ടാവും. നമുക്ക് എപ്പോഴും എതിര് പറയാൻ സാധിക്കുന്ന, വഴക്കിടാൻ സാധിക്കുന്ന, സ്നേഹിക്കാൻ സാധിക്കുന്ന ഒരു ആളാണ് അമ്മ. കാരണം എന്താണ്, എത്ര പറഞ്ഞാലും നമ്മൾ വിട്ടേച്ചു പോവില്ല നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട്. യെസ്, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എന്ത് പറഞ്ഞാലും ലാസ്റ്റ് ഒരു വെള്ളിയിൽ അതൊക്കെ തീർന്നൊക്കെ ഡിലീറ്റ് ആയി ഓക്കെ ഹരിത അതൊക്കെ ഡിലീറ്റ് ആയിട്ട് പോകും. യെസ്, അതാണ് നമ്മളൊരു ഉറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്, ഓക്കെ. അപ്പൊ ഒരുപാട് സംഗതികൾ ഇതിനുണ്ട്. ഈ ഒരു പ്രസവത്തോടു കൂടി അമ്മ മരിച്ചു. അമ്മ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു കഥയുണ്ട്. അമ്മ മരിച്ചതിന് ശേഷം ആ കുട്ടിയെ അച്ഛൻ വളർത്തി നല്ല രീതിയിലായി. അപ്പൊ പിന്നീട് ആ കുട്ടി വളരെ പ്രശസ്തിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആ കുട്ടി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഒരു കണ്ണിങ്ങായ ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തില് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ്, അച്ഛനോടാണോ അമ്മയോടാണോ? കുട്ടി പറഞ്ഞ അമ്മയോടാണ്. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് വീണ്ടും ചോദിച്ചു, നിങ്ങൾ ജനിച്ചപ്പോ തന്നെ നിങ്ങളുടെ അമ്മ മരിച്ചു. അപ്പോ നിങ്ങൾ അമ്മയെ കാണുകയോ അമ്മയുടെ പരിചരണം ലഭിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അമ്മയുടെ ഒരു കുറവ് പോലും പരിഹരിക്കാതെ, മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ വളർത്തി ഇതേ ഡെവലപ്മെന്റിൽ എത്തിച്ചില്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അച്ഛനല്ലേ ആവേണ്ടത് പ്രധാനപ്പെട്ടാണ്. കുട്ടി പറഞ്ഞു, മൈ
mother is the most important person in my life. I love her. I have not seen her, but I love her most than my father. അപ്പൊ ഇത് അച്ഛനോട് പറയുക, നിങ്ങളുടെ നിങ്ങളുടെ മകളെ എത്രയോ വളർത്തിക്കൊണ്ട് ഒക്കെ ഡെവലപ്മെന്റ് ഒക്കെ കൊണ്ടുവന്നു, അവൾക്ക് ഇത്രയും കഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പൊ ആ കുട്ടി പറയുന്നത് എന്താണ്? അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവൾ ഇതുവരെ കാണാത്ത അവളുടെ അമ്മയാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ അച്ഛന് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഒരു ദുഃഖം തോന്നും. പക്ഷെ അച്ഛന് ഇവിടെ ദുഃഖം തോന്നിയില്ല. അച്ഛൻ എന്ത് ചെയ്തു? അവൾ പറഞ്ഞതാണ് ശരി. എന്നിട്ട് അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കോട്ട് കിടക്കി. അതായത് അവള് എന്റെ മകളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഡോക്ടർ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, കുട്ടിയെയും കുട്ടിയുടെ അമ്മയെയും രക്ഷിക്കുക ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും ഒരാളെ ഞാൻ രക്ഷിക്കും. ഒന്നില്ലെങ്കിൽ നിങ്ങൾ കുട്ടിയെ വേണ്ടതായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ ഞാൻ രക്ഷിക്കും. കാരണം അതാണ് അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ. യെസ്. അപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു. ഈ ഭർത്താവ് പറയുന്നു, കാരണം ഞാൻ എന്ത് തീരുമാനം എടുക്കും? എനിക്ക് എന്റെ ഭാര്യയെ മതിയെന്നോ എനിക്ക് എന്റെ കുട്ടിയെ മതിയെന്നോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് എന്റെ ഭാര്യയാണ് പറഞ്ഞത്, ഞാൻ കുട്ടിയെ വേണ്ടെന്ന് വെക്കുന്നില്ല, അത് ഇതുപോലെ പോകട്ടെ. യെസ്. അപ്പോ അങ്ങനെയാണ് എന്റെ ഭാര്യ മരിച്ചത്. അപ്പോ എന്റെ മകൾ, എന്റെ കുട്ടിക്ക് അവൾ ജന്മം നൽകിയത് അവളുടെ ജീവൻ കൊടുത്തിട്ടാണ്. അപ്പോൾ ഇനി നിങ്ങൾ പറയുന്നു, അവൾ എന്നെ സ്നേഹിക്കണോ കൂടുതലായിട്ട്? അവൾ ഇതുവരെ കാണാത്ത അവളുടെ അമ്മയെ സ്നേഹിക്കണം. അതായിരിക്കും. യെസ്. ഓക്കെ. അതാണ് ഏറ്റവും ഞാനും പറഞ്ഞു ഇമോഷനാണ്. കയ്യെന്ന് പോകും. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ സ്റ്റോപ്പ് ചെയ്യണം. Okay, Sharanya, my mother is my inspired person in my life. Okay. Very good, Sharanya. Yes. അതുപോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ, വലിയ പ്രശസ്തിയിലൊക്കെ നിങ്ങളുടെ മക്കൾ എത്തിക്കഴിയുമ്പോൾ, അവരൊരു ഇന്റർവ്യൂവിൽ അവർ അവാർഡ് വാങ്ങിയിട്ട് സ്റ്റേജിൽ നിന്ന് പറയുകയാണ്, ഞാൻ എനിക്ക് കിട്ടിയ ഈ അവാർഡ് എന്റെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഓഡിയൻസിലിരിക്കുന്നത് നിങ്ങളുടെ കണ്ണ് നിറയും, കരള് നിറയും, മനസ്സ് നിറയും, അല്ലേ? യെസ്. എന്ന് നിങ്ങളുടെ കുട്ടികൾ പറയുന്നു, ഐ ഡെഡിക്കേറ്റ് ദിസ് അവാർഡ് ടു മൈ ഇൻസ്പയറിംഗ് പേഴ്സൺ, ദാറ്റ് ഈസ് മൈ മദർ. അല്ലേ? എന്റെ ജീവിതത്തില് ഞാൻ ആദ്യം കണ്ട നേഴ്സാണ് എന്റെ അമ്മ. കാരണം എന്താണ്? എനിക്ക് മുറിവ് പറ്റിക്കഴിഞ്ഞപ്പോൾ എന്റെ മുറിവില് ആദ്യമായിട്ട് മരുന്ന് പുരട്ടി തന്നപ്പോൾ അമ്മയെ ഞാൻ ആദ്യത്തെ നേഴ്സ്. എന്റെ ജീവിതത്തില് ഞാൻ ആദ്യം കണ്ട എഞ്ചിനീയറാണ് എന്റെ അമ്മ. കാരണം എന്റെ ടോയ്സ് കേടുവന്ന് ഒടിഞ്ഞു പോയപ്പോ അത് കറക്റ്റ് ചെയ്ത് റിപ്പയർ ചെയ്ത് റെഡിയാക്കി തന്നത് എന്റെ അമ്മയാണ്. സോ മൈ മദർ ഈസ് ദ ഫസ്റ്റ് എഞ്ചിനീയർ that I have seen in my life. ഞാൻ കണ്ട ആദ്യത്തെ എഞ്ചിനീയർ ആരാണ്? എന്റെ അമ്മയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ എല്ലാവരും നമ്മൾ ആദ്യം കണ്ട ആളാരാണ്? ദാറ്റ് ഈസ് മീ. യെസ്. ആ വിരൽ തുമ്പിൽ പിടിച്ചാണ് നടക്കാൻ പഠിച്ചത്. പേടി വന്നപ്പോ ആ അമ്മയുടെ വസ്ത്രത്തിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ മുഖമൊന്ന് ഒളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. യെസ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇൻസ്പിറേഷൻ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അമ്മയെ കുറിച്ച് ഫീൽ ചെയ്യുന്നത്, അത് തന്നെയായിരിക്കണം നിങ്ങളുടെ കുട്ടികൾക്കും ഭാവിയിൽ ഫീൽ ചെയ്യുന്നത്. അവർക്ക് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന്റെ ഫ്രണ്ട് പേജിൽ എഴുതുന്നത്, ദിസ് ബുക്ക് ഈസ് ഡെഡിക്കേറ്റഡ് ടു മൈ മദർ. യെസ്. ഭൂമിയിലെ സ്വർഗ്ഗം നിങ്ങൾ അപ്പൊ കാണും. യെസ്. ഇഫ് ദർ ഇസ് എ ഹെവൻ ഓൺ എർത്ത് ദാറ്റ് യു വിൽ സീ. ഭൂമിയിലെ സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അതപ്പോൾ നിങ്ങൾ കാണും. ഓക്കെ. അപ്പോ നിങ്ങളുടെ ഇന്നത്തെ ഈ പ്രകടനം സൂപ്പറായിരുന്നു എന്ന് പറയുകയാണ്. യെസ്. നിങ്ങളുടെ മനസ്സിലെ വളരെ ആർദ്രമായ മനസ്സാണ്. അതായത് ഒരാളുടെ ദുഃഖം കാണുമ്പോൾ ദുഃഖിക്കാൻ തോന്നുകയും ഒരാളുടെ വിഷമം സന്തോഷം കാണുമ്പോൾ അതിനോടൊപ്പം സന്തോഷിക്കാൻ തോന്നുകയും ചെയ്യുന്ന വളരെ ആർദ്രമായിട്ടുള്ള മനസ്സാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾ പറഞ്ഞ വാക്കുകളുടെ ആ ടോണിൽ നിന്ന് പിടിക്കും. ഓക്കെ. Yes. Okay, Harida. Yes.
ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ചോദിച്ച കുറച്ച് ജിക്ക് പോലുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് 2-3 ബാലൻസ് ഉണ്ട്, ഞാൻ ചോദിക്കേണ്ട. യെസ്, ഉത്തരം ടൈപ്പ് ചെയ്താൽ മതി, എന്നാലും എനിക്ക് മാർക്ക് ചെയ്താൽ പറ്റുള്ളൂ. യെസ്. അപ്പൊ ലാസ്റ്റ് ഞാൻ ചോദിച്ചത് ഗുഡ് തിങ്സ് കംസ് ടു ദോസ് ഹൂ ഡാഷ് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോ ഹസീബ പറയുന്നു, ഐ ഹാവ് സീൻ ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ഈസ് ഇൻ മൈ ലൈഫ് ഈസ് മൈ പാരന്റ്സ്. എന്റെ മാതാപിതാക്കന്മാരാണ് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പേഴ്സൺ എന്നാണ് നമ്മുടെ അഹീബ പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ, ചോദിക്കുകയാണ്, ടൈപ്പ് ചെയ്താൽ മതി, മാർക്ക് തരുന്നതാണ്. യെസ്, ഓക്കെ. അപ്പൊ ചോദ്യം ഇതാണ്, ലാസ്റ്റ് ചോദിച്ചത് ഗുഡ് തിങ്സ് കം ടു ദോസ് ഡാഷ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പൂരിപ്പിച്ചു ഹു വെയിറ്റ്, WAIT, വെയിറ്റ്. ആരാണ് ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നത് അവർക്കാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ടൈപ്പ് ചെയ്താൽ മതിയില്ല, എന്നാലാണ് മാർക്ക് ചെയ്താൽ പറയുള്ളൂ. ദ ഗ്രാഫ് ഇന്നിപ്പോ നമ്മുടെ ഓക്കെ മെർലിൻ ആരൊക്കെയാണ് ആദ്യത്തെ 3 പേരും ശ്രദ്ധിച്ചോളാം. ദ ഗ്രാസ് ഈസ് ഓൾവേസ് ഗ്രീനർ. The grass is always greener dash. Sinu, very good. Sinu, Nancy, Merlin. Sinu, Nancy and Merlin. Correct answer, right? Very good, very good. Okay, Sinu. Yes, okay. Ahiba, correct answer. ഇക്കരെ നിൽക്കുമ്പോൾ ഒരു പുഴയുടെ ഈ വശത്ത് നിൽക്കുമ്പോൾ നമുക്ക് അക്കരയ്ക്ക് നോക്കുമ്പോൾ പച്ചപ്പ് തോന്നും. നമ്മൾ കടക്കരയ്ക്ക് അപ്പുറത്ത് എന്ത് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പുറമായിരിക്കും നമുക്ക് ഒരു പച്ചപ്പ് തോന്നും. അപ്പൊ അതിന്റെ ആൻസർ ഇതാണ്, ദി ഗ്രാസ് ഈസ് ഓൾവേസ് ഗ്രീനർ ഓൺ ദി അതർ സൈഡ്. ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ക്ലീൻലിനെസ്, CLEANLINESS is next to dash. Is next to dash. Cleanliness is next to dash. Yes. ഓ, സീനുവിന്റെ മുകളിൽ 2 പേരുണ്ടായില്ല. ആരൊക്കെയായിരുന്നത്? ഞാനത് പെട്ടെന്ന് എന്റെ ശ്രദ്ധ പോയി. ആൻഷി ഫർസാന. ആൻസി ആൻഡ് ഫർസാന. ആൻഷി, ഫർസാന, സിനു. ആൻസി, ഫർസാന, സിനു. യെസ്, കറക്റ്റ് ആണ്. ഗോൾഡിനെസ്, ദൈവികത്വം, വൃത്തിയുണ്ട് നമ്മുടെ അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് നമ്മുടെ. അടുത്തത് നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയാൻ പറ്റും, പലപ്പോഴും ഒരു പക്ഷെ തല്ലി പിടിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, അത് വേറെ ആരെങ്കിലും തല്ലി പിടിക്കുമ്പോഴൊക്കെ ഒരു കമന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. ആ ഒരു വാചകത്തിന്റെ ഫസ്റ്റ് ഭാഗം, ഡോണ്ട് ബൈറ്റ്, BIT, ഡോണ്ട് ബൈറ്റ് ദ ഹാൻഡ് ഡാഷ്. ഡോണ്ട് ബൈറ്റ് ദ ഹാൻഡ് ഡാഷ്. Nancy, Nandini, Sinu. Nancy, Nandini and Sinu. Okay, correct answer. നമ്മൾ പറയില്ല പാല് കൊടുത്ത കൈക്ക് കൊത്തരുതെന്ന് പറയില്ല, അത് ആ സംഘടനയിൽ വന്നിരിക്കുന്നത്. Don't bite the hands that feeds you. Yes. Okay, very good, very good. Yes.
ഓക്കെ, ഇനി ഞാനൊരു വേർഡ് പറയാം, ഇംഗ്ലീഷ് വേർഡ്. അതേ അർത്ഥം വരുന്ന വേറൊരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയുന്ന അതേ അർത്ഥമുള്ള വേറൊരു വാക്ക് കേട്ടോ. ഞാൻ എപ്പോഴും വെരി ചേർത്താണ് പറയുന്നത്. നിങ്ങൾ വെരി ഇല്ല, അതോടെ വൺ വേർഡ് ആയിട്ട് പറയണം. യെസ്, ഞാൻ പറയുന്ന വാചകം ഇതാണ്. വെരി റിച്ച്, RICH, വെരി റിച്ച് എന്നുള്ളതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഡ് പറയാമോ? വെരി റിച്ച്. യെസ്, ഫർസാന, ആശ, അഹിബ. ഫർസാന, ആശ, അഹിബ. അഹിബ കറക്റ്റ് ആണ്. വെൽത്തി കേട്ടോ. വെരി റിച്ച്, പണക്കാരനാണ് എന്നുള്ളത് ഹീസ് എ വെൽത്തി മാൻ. നന്ദിനി സാർ, നന്ദിനി ഉണ്ട് ഫർസാന കഴിഞ്ഞിട്ട്. ഫർസാന, നന്ദിനി കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ആരൊക്കെയാണ് 3 പേര്? ഫർസാന, നന്ദിനി, ആശ. ഓക്കെ 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 യെസ് ഓക്കെ ഓക്കെ യെസ്, അത് 3 പോകുന്നുണ്ട്. യെസ്, അപ്പോ നമുക്ക് പറയാം വെരി പുവർ, വെരി റിച്ച്, വെൽത്തി. അതേപോലുള്ള വാക്കാണ് വരുന്നത്. അപ്പൊ ഞാനിപ്പോ ആദ്യം പറഞ്ഞത് വെരി റിച്ച് ആണ്. ഞാനൊന്നും മാറ്റി വെരി പുവർ. വെരി പുവർ. വെരി പുവർ, POOR, പാവപ്പെട്ട. ഫർസാന ഇസ് വെരി ഗുഡ്. ഫർസാന, ആശ, ശരണ്യ. ഫർസാന, ആശ, ശരണ്യ. യെസ്, ആശ. ഓക്കെ 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 ഡെസ്റ്റിറ്റ്യൂട്ട് കേട്ടോ, അതാണ് കറക്റ്റ് വേർഡ്. വെരി പുവർ. യെസ്, അടുത്ത വേർഡ് വെരി ഹാപ്പി. വെരി ഹാപ്പി. Very happy. And she joy. Oh, അതെ, മെർലിൻ. ജോയ്ഫുൾ. മെർലിൻ ഉണ്ടായിരുന്നു. പിന്നെ ആരുണ്ടായിരുന്നു? നാൻസി ഉണ്ടായിരുന്നു. ഹരിത. ഹരിത. യെസ്, ഞാൻ ഉദ്ദേശിച്ച വേർഡ് അതല്ല, ഞാൻ ഇത് തന്നതാണ്. ഞാൻ ഉദ്ദേശിച്ച വേർഡ് ജൂബിയൽ എന്നാണ്. JUBALT. ഓക്കെ, അങ്ങോട്ടെ. അടുത്തത് വെരി സാഡ്. വെരി സാഡ്. നാൻസി, ആശ, മെർലിൻ. നാൻസി, ആശ ആൻഡ് മെർലിൻ പരിഗണിച്ചിട്ടുണ്ട്. അൺഹാപ്പി. ഞാൻ ഉദ്ദേശിച്ചത് അതായിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഹാർട്ട് ബ്രോക്കൺ എന്നായിരുന്നു. ഹാർട്ട് ബ്രോക്കൺ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട്. യെസ്, അടുത്ത. നെക്സ്റ്റ് വെരി ക്യൂട്ട്. CUT. വെരി ക്യൂട്ട്. വെരി ക്യൂട്ട്. ആശ, ഫർസാന. ഫർസാന പിന്നെ ആരായിരുന്നു? ആശ, ഫർസാന, Fancy. കറക്റ്റ് വേർഡ് ഫർസാന പറഞ്ഞതാണ്. ഏതാണ്? അഡോറബിൾ. യെസ്, ഓക്കെ, കറക്റ്റ് കേട്ടോ. അഡോറബിൾ ഞാൻ എല്ലാവരും പരിഗണിച്ചിട്ടുണ്ട്. അടുത്തത് വെരി ഷൈ. SHY. വെരി ഷൈ. വെരി ഷൈ. യെസ്,
സീനു കറക്റ്റ്. സീനു, മെർലിൻ, ഹരിത. സീനു, മെർലിൻ ആൻഡ് ഹരിത. ടിമിൽ, TIMIL, വെരി ഷൈയർ. ഷൈ. അടുത്തത് വെരി ലോ, LONG, വെരി ലോ. സിമ്പിൾ ആയിട്ട് പറയാം. വെരി ലോങ്, LONG, ലോങ്, നീളമുള്ള, നീളം. വെരി ലോങ്. ആൻഷി, നാൻസി, ഷെഫീന. ആൻഷിയാണ് അല്ലേ? ആൻഷി, ഷഫീന. ഷഫീന ശരണ്യാണ് സാർ. ശരണ്യ. Tanshi, and Tansi, and Sharanya. ആൻഷി, ശരണ്യ. Tansi. ഓക്കെ. Sharanya. ഓക്കെ. ശരണ്യ കറക്റ്റ് ആണ്. ലെങ്തി ആണ്. വെരി ലോ, ദാറ്റ് ഈസ് ലെങ്തി. ഓക്കെ. അടുത്തത് വെരി ഷോർട്ട്, SHORT, വെരി ഷോർട്ട്. അല്ലേ? ടൈനി അല്ലേ? വെരി ഷോർട്ട്. ആശ എ, വെരി ഗുഡ്. ആശ എ. സീനു, മെർലിൻ. ആശ, ആൻഷിയാണ് സാർ. ആശ കഴിഞ്ഞിട്ട് ആൻഷിയാണ്. ആൻഷിയാണ്. സർ അബ്രവേറ്റ് ഇല്ല. ആൻഷി കഴിഞ്ഞിട്ട് സീനു. സർ അബ്രവേറ്റീവ് വേർഡ് വരില്ല. അതെ, ആരെങ്കിലും പറഞ്ഞ ആശ പറഞ്ഞേ. ആശ ആരൊക്കെയാണ്? സാർ കേൾക്കാമോ? ആശ, ആൻഷി, ഹരിത. അല്ല, ആശ, ആൻഷി, സീനു. Sinu. അടുത്തത് അപ്പൊ വെരി ഷോർട്ട്, ബ്രീഫ് ആണ്. BRIEF, വെരി ബ്രീഫ്. അടുത്തത് വെരി ഫാൻസി, FANCY, വെരി ഫാൻസി. L വെച്ചിട്ടാണ്. വെരി ഫാൻസി. ഫർസാന, ആശ, ഹരിത. ഹരിത അല്ല, ഹരിത ഡീല്. ഫർസാന, ആശ, ഹരിത. ലോസ്റ്റ് എന്ന് എഴുതിയത്. ലോസ്റ്റ് അല്ല, ലാവിഷാണ്. ഹരിത ഡീലായിരുന്നു. Merlin. ഓക്കെ. വെരി ഗുഡ്. അടുത്തത് വെരി ഡർട്ടി, DIRTY, വെരി ഡർട്ടി. F വെച്ചിട്ട് അതുകൂടിയാണ്. വെരി ഡർട്ടി. ഫർസാന, ആശ, ആൻഷി. ഫർസാന, ആശ, ആൻഷി. കറക്റ്റ് ആണ്. ഫിൽത്തി. കറക്റ്റ്. യെസ്, ഒരെണ്ണം കൂടി ചോദിച്ചു നമുക്ക് അവസാനിപ്പിക്കാം. വെരി ക്ലീൻ, CLEAN, ക്ലീൻ. I വെച്ചിട്ടാണ്. വെരി ക്ലീൻ. I വെച്ചിട്ട് വീട് പറഞ്ഞ്. യെസ്, ആശ, സീനു, മെർലിൻ. ആശ, സീനു ആൻഡ് മെർലിൻ. ഫർസാനയാണ്. യെസ്, ഫർസാന പഠിച്ചിട്ടുണ്ട്. ആശ, സീനു, ഫർസാന. യെസ്, പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ പോയിന്റുകൾ പറയാം. അഹീബ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്.
ശരണ്യ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നന്ദിനി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആൻസി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശരണ്യക്ക് 1 പോയിന്റ് അല്ല കേട്ടോ, 2 പോയിന്റ്. ഞാൻ 2 പ്രാവശ്യം ശരണ്യ എഴുതിയിട്ടുണ്ട്. അപ്പൊ ശരണ്യക്ക് 2 പോയിന്റ് ഉണ്ട്. യെസ്, ഓക്കെ. ഹരിതക്കും 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആൻഷിക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സീനുവിന് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ്. അതിനോടൊപ്പം തന്നെ താൻസിക്കും 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 6 പോയിന്റ് കിട്ടിയ 2 പേരും 3ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. മെർലിന് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഫർസാനക്കും 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മെർലിനും ഫർസാനയും 2ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ആഷയ്ക്ക് 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 1ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. യെസ്, അപ്പൊ നിങ്ങൾ വളരെ ബ്രില്യൻ്റ് ആണ് എന്ന് മനസ്സിലായി. ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ തുടങ്ങാം. ഓക്കെ സർ. താങ്ക് യു സർ. ഓക്കെ.